ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പം സേഫ്റ്റി ഓഫീസർ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോ സേഫ്റ്റി ഓഫീസർ എന്താണ്, അതിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ്. രണ്ടാമത്തെ വീഡിയോ അതിൻ്റെ എഡ്യൂക്കേഷൻ മീൻസ് സേഫ്റ്റി ഓഫീസറിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ട്രെയിനിങ്സും എന്തായിരിക്കണം എന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് വരിക. അത് പ്ലേലിസ്റ്റിലുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ സൈറ്റ്, നമ്മളിപ്പോൾ സേഫ്റ്റി ഓഫീസറാണ്. അപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു സൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ അവിടുത്തെ സേഫ്റ്റി ലീഡായിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ലീഗൽ റിക്വയർമെൻ്റ് ആണ് നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വേണ്ടത് എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. അത് നമ്മുടെ കോൺട്രാക്ട് ത്രൂ നമ്മൾ എൻഷുർ ചെയ്തേ പറ്റുള്ളൂ. ആദ്യമേ അത് ചെയ്തിട്ട് വേണം നമ്മൾ സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ബിഫോർ സ്റ്റാർട്ടിങ് എ കൺസ്ട്രക്ഷൻ സൈറ്റ് യു മസ്റ്റ് കംപ്ലൈ വിത്ത് വേരിയസ് legal requirements like we have the insurance permits. We need to develop so many plans like emergency plan, waste management plan. ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതെല്ലാം ഒരു സേഫ്റ്റി ഓഫീസറിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ തന്നെ ഒരു വർക്ക് പ്ലേസ് സേഫ്റ്റി കംപ്ലൈൻറ്റ്സ് നമ്മൾ എൻഷുർ ചെയ്യണം. ഫസ്റ്റ് തന്നെ വർക്ക്മെൻസ് കോമ്പൻസേഷൻ പോളിസി. എന്താണ് ഈ വർക്ക്മെൻസ് കോമ്പൻസേഷൻ പോളിസി? നമ്മൾ ഇൻഷുറൻസ് കണക്കാണിത്. നമ്മുടെ വർക്ക് പ്ലേസിൽ വെച്ച് നമ്മളൊരു വർക്ക്മാന്, ഒരു വർക്കറിനോ എഞ്ചിനീയറിനോ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്ന കണക്ക് ഈ വർക്ക്മെൻസ് കോമ്പൻസേഷൻ പോളിസി വഴി നമുക്ക് ക്ലെയിം കിട്ടുന്നതാണ്. അപ്പം അത് നമ്മൾ പ്രോപ്പറായിട്ട് എത്ര വർക്കേഴ്സ് ഉണ്ടോ നമ്മുടെ സൈഡിൽ അത്രയും വർക്കേഴ്സിന് നമ്മൾ ഈ വർക്ക്മെൻ കോമ്പൻസേഷൻ പോളിസി എടുക്കേണ്ടതാണ്. ഇത് നമ്മുടെ വർക്ക് പ്ലേസ് ഇഞ്ചുറീസിനെ എല്ലാ രീതിയിലും കവറിങ് തരുന്നതാണ്. പിന്നെ രണ്ടാമത്തത് ഒരു എമർജൻസി റെസ്പോൺസ് പ്ലാൻ. ഇപ്പം നമുക്കറിയാം, നമുക്ക് എമർജൻസി എന്ന് വെച്ചാൽ മീൻസ് ഒരു ആക്സിഡൻറ്റോ ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ എമർജൻസി എന്ന് പറയാൻ നമ്മൾ പ്ലാൻ ചെയ്യാത്തൊരു ഇൻസിഡൻ്റ് ആയിരിക്കും. അപ്പം ഒരു തീപിടുത്തം ഉണ്ടായി, സൈഡിലൊരു തീപിടുത്തം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എമർജൻസി മീൻസ് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു എർത്ത് കേക്ക് ഉണ്ടായി, അങ്ങനെ എന്തൊരു പ്ലാൻഡ് അല്ലാത്ത മീൻസ് അൺപ്ലാൻഡ് സിറ്റുവേഷനും നമ്മൾ ഫേസ് ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കണം. അതിന് ഒരു എമർജൻസി റെസ്പോൺസ് പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ പ്രോപ്പർ ടീമിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ കോർഡിനേറ്റേഴ്സിനെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുക, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. അത് എല്ലാം നമ്മൾ സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ടതാണ്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ എനി ടൈം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോപ്പർ എമർജൻസി റെസ്പോൺസ് പ്ലാൻ നമ്മൾ എപ്പോഴും സൈറ്റ് ബിഫോർ സ്റ്റാർട്ടിങ് ദ സൈറ്റ് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടതാണ്. പിന്നെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് വെച്ചാൽ ഒരു HSE പ്ലാനോ അല്ലെങ്കിൽ ഒരു HSE ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ ഒരു GI മീൻസ് ജനറൽ ഇൻസ്ട്രക്ഷൻസോ നമ്മളെ സൈറ്റിൽ എന്താണ് ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്നൊരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഒരു PPE പോളിസി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. ഏത് ഏരിയയിലാണ് നമുക്ക് ഇന്ന മാൻഡേറ്ററി ആയിട്ടുള്ള PPEs വേണ്ടത്. ഇവൻ ഇലക്ട്രിക്കൽ റൂമിൽ മീൻസ് ഈ ഒരു മാൻഡേറ്ററി PPEs വേണം, കെമിക്കൽ ഹാൻഡ്ലിംഗ് ഏരിയയിൽ ഇത്ര മാൻഡേറ്ററി PPEs വേണം എന്നൊരു PPE പോളിസി നമ്മൾ ഫസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. കമ്മിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്, നമുക്കൊരു ലേബർ ലൈസൻസ്. അത് ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ഗുജറാത്തിലുള്ള ആയിരിക്കില്ല ഹൈദരാബാദിൽ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അവിടെ ലേബർ ഓഫീസറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇത്ര നമ്പേഴ്സ് ഓഫ് ലേബേഴ്സിന് എബോവ് ആണെങ്കിൽ നമുക്ക് ഓരോ കോൺട്രാക്ടറിനും ലേബർ ലൈസൻസ് നമുക്ക് വേണ്ടതാണ്. പിന്നെ എംപ്ലോയി കോൺട്രാക്ടേഴ്സ് മീൻസ് ഇത് നമ്മൾ സൈഡിൽ മെയിനായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കണം. അൺസ്കിൽഡ് വർക്കേഴ്സ്, സ്കിൽഡ് വർക്കേഴ്സിന് എത്രയാണ് അവർലി വേജസ്, നമുക്ക് ഡെയിലി എത്രയാണ് അവരുടെ വർക്കിംഗ് ടൈം, മിനിമം വേജസ് എത്രയാണ്, അവിടെ ഓവർ ടൈമിന് നമ്മൾ എത്ര പേ ചെയ്യുന്നു, ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് ഇത് പ്രോപ്പറായിട്ട് നമ്മൾ പേ ചെയ്യാനും നമ്മൾ പ്രോപ്പറായിട്ട് ഇത് എൻഷുർ ചെയ്യാനും ശ്രദ്ധിക്കുക. ഇത് ലേബർ ലോസ് ആൻഡ് കംപ്ലയൻസിൽ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ഒരു മിനിമം വേജസ് നമ്മളെപ്പോഴും നിങ്ങൾ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സൈറ്റിൽ എപ്പോഴും ഒരു അഡ്മിൻ ഏരിയയിൽ മിനിമം വേജസിൻ്റെ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ നോട്ടീസ് ബോർഡോ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, ഇൻഷുറൻസ് റിക്വയർമെൻറ്റ്സ് ആണ്. കോൺട്രാക്ടൽ ഓർ റിസ്ക് പോളിസി അല്ലെങ്കിൽ നമ്മൾ കാർക്ക് പോളിസി എന്ന് പറയും. മീൻസ് ഈ ഒരു പോളിസി നമ്മുടെ പ്രോപ്പർട്ടി ഡാമേജിനെ
കവർ ചെയ്യാനാണ്. നമുക്ക് എന്ത് സൈറ്റ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബിൽഡിംഗ് കെട്ടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്ടേഴ്സിന് ഈ ഒരു കോൺട്രാക്ടർ ഓൾ റിസ്ക് പോളിസി നമുക്ക് ഒരു സപ്പോർട്ട് നൽകുന്നതാണ്. രണ്ടാമത് പറയുന്നത് പബ്ലിക് ലയബിലിറ്റി പോളിസിയാണ്. ഇത് നമുക്കൊരു തേർഡ് പാർട്ടി ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഡാമേജിനെതിരെ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് പബ്ലിക് ലയബിലിറ്റി പോളിസീസ്. പിന്നെ ഉള്ളത് പേഴ്സണൽ ഇൻഡിമിനിറ്റി ഇൻഷുറൻസ് ആണ്. ഇത് ഡിസൈനെയും കൺസൾട്ടൻസ് എററിനെയും എല്ലാം കവർ ചെയ്യുന്ന പോളിസീസാണ്. അപ്പോൾ ഈ ഒരു 3 പോളിസീസും നമുക്ക് കോൺട്രാക്ടർ അല്ലെങ്കിൽ നമ്മൾ ആ കോൺട്രാക്ടിങ് കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു 3 പോളിസീസും നമ്മൾ സൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ മീൻസ് സൈറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്രോപ്പറായിട്ട് എടുത്ത് വെക്കേണ്ടതാണ്. നമ്മളൊരു വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കില്ല, നമ്മുടെ ഒരു മനുഷ്യന് ഇൻഷുറൻസ് എടുക്കില്ല, അതേ കണക്ക് തന്നെ സൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ വർക്ക്മെൻസിന് ഇൻഷുറൻസ് എടുക്കണം, നമ്മുടെ കോൺട്രാക്ട് കമ്പനിക്ക് ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ലീഗൽ റിക്വയർമെൻറ്റ്സ് ആണ്. നമ്മളിപ്പോൾ എന്തൊക്കെ ലീഗൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു? കാർ പോളിസി, WC പോളിസി, ലേബർ ലൈസൻസസ്, പിന്നെ നമ്മൾ തയ്യാറാക്കേണ്ട പ്ലാൻസ്, നമ്മളിപ്പോൾ എമർജൻസി റെസ്പോൺസ് പ്ലാൻ പറഞ്ഞു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട നെക്സ്റ്റ് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻ്റ് ആണ്. നമ്മൾ സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സൈറ്റിനെ കൊണ്ട് മീൻസ് ആ ഒരു വർക്ക് സൈറ്റിൽ എടുക്കുന്ന വർക്കിനെ കൊണ്ട് നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വേസ്റ്റ് വരും, പലതരത്തിലുള്ള വേസ്റ്റ് വരും, കെമിക്കൽ വേസ്റ്റ് വരും, വുഡൻ വേസ്റ്റ് വരും, പ്ലാസ്റ്റിക് വേസ്റ്റ് വരും, മെറ്റൽ വേസ്റ്റ് വരും. അപ്പോൾ ഈ ഓരോരോ വേസ്റ്റ് നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു, അത് എങ്ങനെ പ്രോപ്പറായിട്ട് ഡിസ്പോസൽ ചെയ്യുന്നു, അപ്പം അതിനുള്ളൊരു പ്ലാൻ നമ്മൾ ആദ്യമേ തന്നെ ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഡസ്റ്റ് കൺട്രോൾ, നോയ്സ് കൺട്രോൾ, ഇതിനും എല്ലാം ഇപ്പം നമ്മുടെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഡസ്റ്റ്സ് വരും, നോയ്സസ് ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിനെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഫസ്റ്റിലെ തന്നെ പ്രോപ്പറായിട്ട് ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇപ്പം ഡസ്റ്റ് കൺട്രോൾ, നമ്മളിപ്പം ഡസ്റ്റ് കൺട്രോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ സൈറ്റ് കൺസേൺ സൈറ്റിൽ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി, പ്രോപ്പറായിട്ട് വാട്ടറിങ് ചെയ്താൽ മതി, ഡസ്റ്റ് കുറേ കൺട്രോൾ ആവും. നോയ്സ് കൺട്രോൾ ചെയ്യുമ്പോൾ എന്താണ്, ഈ ഒരുപാട് നോയ്സ് വരുന്ന എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ഏരിയ നമ്മൾ ക്വാറന്റൈൻ ചെയ്തിട്ട് അവിടെ വേറെ എക്സ്റ്റേണൽ വർക്കേഴ്സിനോ എഞ്ചിനീയേഴ്സിനോ ഒന്നും അകത്ത് കയറ്റാതിരുന്നാൽ മതി. അവിടെ ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർക്ക് പ്രോപ്പറായിട്ട് EMF എല്ലാം കൊടുത്ത് അവർ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് കണക്കിന് വേസ്റ്റ് മാനേജ്മെൻറ്റ്, നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് എല്ലാം പല രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുക. മെറ്റൽ വേസ്റ്റ് പോകുന്നത് നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നത് എടുത്തായിട്ടായിരിക്കും. ഫുഡ് വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ്, നമുക്ക് എന്തായാലും സൈഡിലൊരു ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ഉണ്ടാവും, അതിൻ്റെ ബയോമെഡിക്കൽ വേസ്റ്റ്, അതൊരു ഹോസ്പിറ്റലുമായിട്ട് ഡീൽ ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളൊരു ലെറ്റർ വാങ്ങിച്ച് അവർക്ക് തന്നെ ആ ഒരു വേസ്റ്റ് കൊടുത്ത് അവർ പ്രോപ്പറായിട്ട് ഡിക്കമ്പോസ് ചെയ്യും, പ്രോപ്പറായിട്ട് ഡിസ്പോസൽ ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സൈഡിൽ A to Z കാര്യങ്ങൾ നമ്മൾ ഇതൊരു പ്ലാൻ ഫേസ് ആണ്. നമ്മൾ പ്ലാൻ ഫേസിൽ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു സൈറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ. ഇതെല്ലാം ഒരു സേഫ്റ്റിയുടെ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയുടെ അണ്ടർ വരുന്നതാണ്. പിന്നെ നമ്മൾ സൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ബൗണ്ടറീസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ സൈറ്റിൻ്റെ എത്രയാണ് ബൗണ്ടറി, ആ ബൗണ്ടറിയിൽ പ്രോപ്പറായിട്ട് ബാരിക്കേഡിങ് ചെയ്യുക, വേറൊരു അൺഓതറൈസ്ഡ് എൻട്രി ഒഴിവാക്കാൻ. പിന്നെ ഒരു സൈറ്റ് സെക്യൂരിറ്റി സിസ്റ്റം നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഫസ്റ്റിൽ തന്നെ ഒരു അൺഓതറൈസ്ഡ് എൻട്രി തടയാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിലേക്ക് കയറുമ്പോൾ പ്രോപ്പർ PPE ഇല്ല, അല്ലെങ്കിൽ ഇൻഡക്ഷൻ കഴിയാത്ത വർക്കേഴ്സാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അൺഓതറൈസ്ഡ് ആൾക്കാർ കയറി, അല്ലെങ്കിൽ ഒരു അൺട്രെയിൻഡ് ആൾക്കാർ കയറി സൈറ്റിലൊരു ഇൻസിഡൻറ്റോ ആക്സിഡൻറ്റോ നാളെ ഉണ്ടാവരുത്. അപ്പോൾ അതിനു വേണ്ടി പ്രോപ്പറായിട്ട് ആ ഒരു എൻ്റെ സൈറ്റ് നമ്മൾ ഫെൻസ് ചെയ്യേണ്ടതാണ്. പിന്നെ ട്രാഫിക് മാനേജ്മെൻറ്റ്, പെഡസ്ട്രിയൽ സേഫ്റ്റി മീൻസ് വെഹിക്കിൾസ് മൊത്തം ഒരു ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു വെഹിക്കിൾ റൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ വെഹിക്കിൾ റൂട്ടിൽ നമ്മൾ പെഡസ്ട്രിയനെ വിടാൻ പാടില്ല. പെഡസ്ട്രിയനെ നമുക്ക് വേറൊരു ഒരു വാക്ക് വേ നമ്മൾ അറേഞ്ച് ചെയ്യുക, ഒരു വെഹിക്കിൾ വേ നമ്മൾ അറേഞ്ച് ചെയ്യുക. പിന്നെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ പറയുക, റെസ്റ്റ് ഏരിയാസ്, വാട്ടർ സപ്ലൈ, ഫുഡ് ഈറ്റിംഗ് ഏരിയ, പിന്നെ ബാത്റൂം ഫെസിലിറ്റീസ്, വാഷ്റൂം ഫെസിലിറ്റീസ്, ഈവൻ ലേഡീസ് വർക്കറോൾസ് ഉണ്ടെങ്കിൽ അവർക്ക് വേറൊരു ഫെസിലിറ്റീസ്. ഇതിനെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് പ്ലേസ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ സൈറ്റ് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പിന്നെ ഒരു മെറ്റീരിയൽ സ്റ്റോറേജ് ഏരിയ നമ്മൾ ഫൈൻഡ് ചെയ്യണം. അത് പ്രോപ്പറായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യും. മെറ്റീരിയൽ സ്റ്റോറേജ് ഏരിയയിൽ തന്നെ നമുക്ക് കെമിക്കൽ സ്റ്റോറേജ് ഏരിയ വേണം, ഫ്ലെയിമബിൾ മെറ്റീരിയൽ സ്റ്റോറേജ് ഏരിയ വേണം. അങ്ങനെ പ്രോപ്പറായിട്ട് എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ നമ്മൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ എല്ലാം വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഉറപ്പിക്കേണ്ട ചുമതല
സേഫ്റ്റിക്കും ഉണ്ട്. മീൻസ് ഇതൊരു ഗ്രൂപ്പ് വർക്കാണ്, ബട്ട് ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് റെസ്പോൺസിബിലിറ്റി സേഫ്റ്റി ഓഫീസറിനുമുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബിഫോർ സ്റ്റാർട്ടിങ് ദ സൈറ്റ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് എൻഷുർ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഇൻഫർമേറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് എൻ്റെ ഗ്രൂപ്പിൽ കൂടെ പങ്കുവയ്ക്കുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച്.